ഹായ് നമസ്കാരം, വിഷ്ണുപുരി കാട്ടിലാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും നല്ല മഴയാണല്ലോ, കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണ്. നിരവധി നാശനഷ്ടങ്ങളൊക്കെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു മത്സ്യക്കുളമാണ്. ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് കരിമീനുണ്ട്, ജെയിൻ ഗൗരാമി, തിലോപ്പിയ, അതുപോലെ തന്നെ വാള, ഇങ്ങനെ മിക്സായിട്ടുള്ള കുറച്ച് മീനുകളാണ്. നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ വളർത്തുന്നത്. ഈ വന്ന് ഫുഡ് കഴിക്കുന്ന മീനുകളെല്ലാം, ഈ വലിയ വാഗാണെന്നെല്ലാം ജെയിൻറ്റ് ഗൗരാമി ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ശരിക്കും വളർത്തു മീനുകളിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഒരു മീനാണ് ഇത്. ഏകദേശം കറക്റ്റ് വില പറഞ്ഞാൽ ഏതാണ്ട് 900 രൂപയൊക്കെ കിലോയ്ക്ക് വില ഉള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും വില ഇപ്പോൾ ഇല്ല. കാര്യം വളർത്തുമീൻ്റെ ഒരു മാർക്കറ്റ് നമുക്കിവിടെ ഇല്ല. നമ്മളൊരു സമയത്തൊക്കെ നല്ല രീതിയിൽ മീൻ ഇവിടെ വളർത്തലുണ്ടായിരുന്നു. ഈ കുളം മാത്രമല്ല, വേറെ ഒരു 2 സെൻറ്റ് കൊണ്ട് ഇവിടെ നമുക്കുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് സെയിലൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സെയിലേ ഇല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കുറച്ച് മീനുകളെ മാത്രമാണ് വളർത്തുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കും ഒരു 2 നേരം നമ്മൾ ഇതുപോലെ ഫുഡ് കൊടുക്കുന്നുണ്ട്. മഴക്കാലമാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല സമയത്തും ഈ pH വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പഴയ പോലൊരു ഫുഡ് എടുക്കത്തില്ല. കാര്യം ഈ വെള്ളത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം മീനുകൾ ഫുഡ് കൃത്യമായി എടുക്കത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഈ ജെയിൻ ഗൗരാമീനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കരിമീനൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ വന്ന് ഫുഡ് എടുക്കത്തില്ല. ഇടയ്ക്കൂടെ വാളയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ കാണുന്ന പപ്പായയുടെ ഇല വൈകിട്ട് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒടിച്ചൊരു 2-3 എണ്ണം കുളത്തിലിട്ടേക്കും. കാര്യം ഈ ജെയിൻ ഗൗരാമിക്ക് ഈ ഇലവർഗ്ഗങ്ങളാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കൊത്തി തിന്ന് തീർക്കും. ഇപ്പോൾ കുറച്ച് പോലും ബാലൻസ് കാണില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇത്രയും ഭാഗത്ത് നമ്മൾ മാറ്റി കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് പയറാണ്. ഇതിൻ്റെ 18 മണിയോ എന്താ പറയുക, നീളം കണ്ടോ, ഒരു പയറിൻ്റെ നീളമാണ് ഇത്. ആകെ ഒരു മൂട് പയർ മാത്രമേ നിൽപ്പുള്ളൂ. എന്തായാലും നമ്മൾ വിത്തിന് എടുക്കുന്നുണ്ട്. ഈ പയറിനി വിത്തിന് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു റംബൂട്ടാൻ നിൽപ്പുണ്ട്. കുറച്ച് നാളായതാണ്. പക്ഷേ ഇത് എല്ലാ പ്രാവശ്യം പൂക്കും കായ്ക്കില്ല. അതുകൊണ്ട് നമ്മളൊരു മോതിരവളയം ഇടാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മോതിരവളയം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് കാ പിടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഉള്ളയാണോ എന്നറിയില്ല. എന്തായാലും കാ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, കൃത്യമായ അറിയില്ല. നമ്മുടെ യൂട്യൂബിലെ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മോതിരവളയം ഇടാനുള്ള ശ്രമം നടത്തുന്നത്. ഇത്തരത്തിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഇനി ഉണങ്ങിപ്പോകുമോ, കാ പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു റംബൂട്ടാൻ ഇത് ശരിക്കും വിത്ത് ഇട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ മറ്റേ ഹൈബ്രിഡ് വാങ്ങി നട്ടതല്ല. അങ്ങനെ നട്ടതൊക്കെ ഉണങ്ങിപ്പോയി. 2 എണ്ണം നട്ടിരുന്നു, അത് 2ഉം പിടിച്ച് കിട്ടിയില്ല. എന്തായാലും വിത്തിട്ട് കിളിച്ചത് ഇതിൻ്റെ 2 കമ്പുണ്ട്. ആ 2 കമ്പിൽ നമ്മൾ മോതിരവളയം ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളവരും അറിയില്ല. സക്സസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാം. കാ പിടിക്കുമ്പോൾ ആദ്യത്തെ കാ പിടിക്കുമ്പോൾ തന്നെ എത്തിക്കാം. പൂക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും, പക്ഷേ കാ പിടിക്കാറിയില്ല. ഇന്നേ വരെ കാ പിടിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ കുളത്തിൻ്റെ ഈ വെള്ളമാണ് നമ്മൾ പണ്ട് ഈ തൈ ആയ സമയത്തൊക്കെ ഒഴിക്കുന്നത്. ഇവിടെ നമ്മൾ രാസവളങ്ങളൊന്നും ഇടാറില്ല. ഇവിടുത്തെ വാഴയ്ക്കായാലും തെങ്ങിനാണെങ്കിലും അതുപോലെ ഈ കാണുന്ന പച്ചക്കറിക്കും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മീൻകുളത്തിലെ വെള്ളമാണ്. ഭയങ്കര വളമാണ് മീൻകുളത്തിലെ വെള്ളം. പിന്നെ ഈ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ചെറിയൊരു കൃഷി തുടങ്ങുകയാണ്. ഇത് ചോളമാണ്. ചോളം നമ്മൾ ഇവിടെ ഈ കിളിക്കൊക്കെ വാങ്ങിയ ഒരു ചോളത്തിനകത്ത് ബാക്കിയിരുന്നത് ഇങ്ങനെ മുളച്ച് വന്നതാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു മൺവെട്ടി, ഈ ചെറിയ ചെറിയ കൃഷിയൊക്കെ പറ്റിയ സംഭവമാണ്. ഇത് വാങ്ങിയിട്ട് കുറേ നാളായി, ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാണ്. ഇതിൻ്റെ ഈ മുതുകത്തിരിക്കുന്ന ആ മുള്ള പോലെ സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. നമ്മൾ ഈ ചോളത്തിൻ്റെ വിത്ത് നടുകയാണ് ഇപ്പോൾ. എന്തായാലും ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. അവിടെ വേറെ വലിയ കൃഷിയൊന്നും ഉള്ള സ്പേസ് ഇല്ല. കുറച്ച് മുളകൊക്കെ നട്ടിരുന്നു, അതൊക്കെ അങ്ങ് വല്ലാണ്ടായിപ്പോയി, മഴ കൂടി ഉണ്ടാകുന്ന തോന്നുന്നു. എന്തായാലും ഇതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടുകയാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. എന്തായാലും ഇത്രയും കിളച്ച് നിൽക്കുന്ന ചോളം ഈ ഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് ഇപ്പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് തോന്നിയൊരു 10-50 മൂളോളം കാണുമെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇതിന് കിളിച്ച് വരുമോ, കാ പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിട്ട് കാണാം. എന്തായാലും സക്സസ് ആയാൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മഴയത്ത് വീട്ടിലിരുന്നുള്ള നമ്മുടെ ചെയ്തികൾ. അതിന് പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള
കിടുക്കാച്ചി മഴയാണ്. ഇന്നത്തെ കൃഷി ദീപം പരിപാടി സമാപിച്ചു. അതുകൊണ്ട് ഈ റോസ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വെട്ടി ഇങ്ങനെ വിട്ടാൽ ഇതുപോലെ ഉണ്ട് നിറയെ തളിര്, പുതിയ തളിരിങ്ങനെ ശരിക്കും പൊട്ടും. അല്ലെങ്കിൽ നീളത്തിൽ 2 കമ്പ് മാത്രം വരും, പിന്നെ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് റോസ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നിർത്തി നല്ല പൊട്ടിക്കിളിയും. നമ്മൾ ഈ വീടിൻ്റെ മുകളിൽ വീഴുന്ന കുറച്ച് വെള്ളം നമ്മൾ ഇവിടെ കുളത്തിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം മഴ സമയത്ത് ഇങ്ങനെ അവിടെ തന്നെ വീണുകൊണ്ടേയിരിക്കും കുളത്തിൽ. ഇത് നമ്മുടെ കുളത്തിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു കിളിക്കൂടാണ്. ഇത് പൈനാപ്പിൾ കൂണാണ്. നമ്മൾ നല്ല ടൈംഡാണ്. നമ്മൾ അതിലേ പോകുമ്പോഴൊക്കെ നല്ല കരച്ചിൽ, നമ്മൾ പോയി തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്നേഹത്തോടുകൂടി കൊത്താനൊക്കെ വരും. പക്ഷേ ഇപ്പുറത്തേക്കുന്ന കോക്ടെയിൽസ് നമ്മളോട് അത്ര ടൈംഡൊന്നുമല്ല. അത് പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഓടി വരും. നമ്മൾ അങ്ങോട്ട് കൈ കണ്ട് കാണിക്കുമ്പോൾ തിരിച്ചങ്ങ് ഓടിപ്പോകും. 2 പേരുണ്ട്. ഇതുപോലെയാണ് ഭയങ്കര ഡാൻസ് കളിയൊക്കെയാണ് ഈ പൈനാപ്പിൾ കൊണൂറ്. പക്ഷേ തുറന്നു വിട്ടിട്ടില്ല, തുറന്നുണ്ടായാലും പറന്നു പോകും, പറയാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ ഭയങ്കര സ്നേഹമാണ്. ഇവർ 2 പേരും കുറേ നാൾ കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഇവരത്ര ടൈംഡൊന്നുമില്ല, നമ്മൾ ചെല്ലുമ്പം മാറി അങ്ങ് പോകും. പിന്നെ നമ്മൾ മറ്റേ ഈ കിളിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇവരും നമ്മുടെ അടുത്തോട്ട് വരും, അതിനെ കൊത്താനൊക്കെ കണ്ടക്ടർ ശ്രമം നടത്താറുണ്ട്. എന്തായാലും 2 കൂട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ മിക്കവാറും ഇതിനെ തകർത്തേനെ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു അലിയാട്ടിൽ സൈനിങ് ഓഫ്. ബൈ.